പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 വൃശ്ചിക മാസം 23-ാം തീയതി ചൊവ്വാഴ്ച മുതൽ 29-ാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ. വർഷം വൃശ്ചിക മാസം 29 ദിവസം മാത്രമേ കാണുന്നുള്ളൂ. മറിച്ച് തുലാം, ധനു ഒക്കെ തന്നെ 30 ദിനങ്ങളാണ്. വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. സാധാരണ ചെറിയ രാശികൾ മകരം, കുംഭം, മീനം, ഈ രാശികളെല്ലാം തന്നെ 28, 29, 30 ദിനങ്ങൾ ആയി കാണാം. വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ്. പക്ഷേ ഈ വർഷം വൃശ്ചിക മാസം 29 ദിനങ്ങളായി കാണപ്പെടുന്നു. ധാരാളം സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല, മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു. മിഥുനത്തിൽ വ്യാഴം, പിന്നീട് ചിങ്ങത്തിൽ കേതു, തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല, വൃശ്ചികൻ രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ധനുരാശിയിൽ ചൊവ്വ മാറിക്കഴിഞ്ഞു, ധനുരാശിയിൽ ശക്തനായി, കുംഭത്തിൽ രാഹു, മീനത്തിൽ മാന്തി. ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നു അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ മേടൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 3-ൽ വ്യാഴം, 5-ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 9-ാം ഭാവത്തിൽ ചൊവ്വ, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ മന്ദൻ, ശനി. ഇവിടെ ശ്രദ്ധിക്കുക, മേടൻ രാശിക്കാർക്ക് കഴിഞ്ഞ വാരത്തെക്കാളും വളരെ ആനുകൂല്യ സ്ഥിതി ഈ വാരം എന്തെന്ന് ചോദിച്ചാൽ, ദുർബലനായി 8-ാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന ചൊവ്വ ബലവാനായി ധനുവിലേക്ക് വന്നു. അതൊരു വലിയ യോഗമാണ്. ലഗ്നാധിപനായ ഗ്രഹം 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനകവത് വൃത്തി വിദ്യാദ്വിഭേദ, പിതാവിൻ്റെ ശീലം, സ്വഭാവം, സംസ്കാരം ഇതൊക്കെ ലഭിക്കും. പലപ്പോഴും അച്ഛൻ്റെ പൂർവികമായ സ്വത്ത് ഏറ്റെടുക്കുക, അച്ഛൻ്റെ വ്യാപാരം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ തന്നെ പിതാവിന് കിട്ടേണ്ടുന്ന ജോലി, ഒരുപക്ഷെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പൈതൃകമായി അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ, അകാലത്ത് അവർ മരിച്ചിരുന്നെങ്കിൽ അവരെ ജോലി മക്കൾക്ക് കിട്ടുന്ന ഒരു സമയമാണിത്. അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഈ ചൊവ്വ ബലവാനായി വരുന്ന സമയത്തുണ്ടാകും. ഇനി ചൊവ്വ വരുന്നത് മകരൻ രാശിയിലേക്കാണ്, ഉച്ചക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. അതിനാൽ ഈ ചൊവ്വ നിൽക്കുന്ന സമയം 40 ദിനക്കാലം വളരെ അനുകൂലമായിരിക്കും മേടൻ രാശിക്കാർ. ഇവിടെ ഭാഗ്യാധിപനായ ശുക്രൻ 3-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ചൊവ്വയെ നോക്കുന്നുണ്ട്. മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയെ നോക്കുന്നുണ്ട്. അതൊരു രാജയോഗമാണ്. അതിനാൽ 3-ൽ വ്യാഴമാവട്ടെ, പക്ഷെ ഒരു രാജയോഗം പ്രദാനം ചെയ്യും. സഹോദര ഗുണം വളരെയധികം പ്രദാനം ചെയ്യും 3-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ. പക്ഷെ 9-ൽ ചൊവ്വ വരുമ്പോൾ സഹോദരങ്ങൾക്ക് പല അരിഷ്ടതകളും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മേടൻ രാശിക്കാർ സഹോദാഗ്രജ, സഹോദരിൽ വളരെ മൂത്തവരാണ്, കാര്യപ്രാപ്തിയിൽ മുന്നിട്ട് നിൽക്കും. പലപ്പോഴും ഈ അഭിമാനം കൂടുതലുള്ള ഒരു രാശിയാണ് മേടൻ രാശി. 9-ൽ ചൊവ്വ വരുമ്പോൾ ധർമ്മേഘവാൻ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അനാവശ്യമായ പിടിവാശികളൊക്കെ വരുമ്പോൾ അതൊക്കെ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം, സാഹോദര്യ വിഷയത്തിലൊക്കെ ഉണ്ടാക്കാം. പിന്നീട് ദാമ്പത്യം അത്ര സുഖകരമായിരിക്കണമെന്നില്ല. കാരണം 7-ാം ഭാവാധീനം വിവാഹപതിയായ ശുക്രൻ നിൽക്കുന്ന അഷ്ടമത്തിലാണ്. അവിടെ സൂര്യനും ബുധനുമുണ്ട്. പലപ്പോഴും ഡൈവേഴ്സ് അല്ലെങ്കിൽ സ്ത്രീപീഡനം തുടങ്ങിയ കേസുകളിലൊക്കെ പെടും മേടൻ രാശിക്കാർ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വളരെ ശ്രദ്ധിക്കണം. 5-ാം ഭാവാധിപനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. സന്താനങ്ങളുടെ ഒരു അരിഷ്ടത ഉണ്ടാകും. അല്ലെങ്കിൽ ചിലർ ജോലി ചെയ്യുന്നവർ, കർമ്മസ്ഥലത്തുള്ള ചില കുട്ടികളുടെ വിഷയത്തിലൊക്കെ അനാവശ്യമായ ഔത്സുക്യം കാണിച്ച് അവസാനം പീഡന കേസിൽ, പോക്സോ കേസിൽ പ്രതിയാകുന്നൊരു വാരവുമാണ്. അതിനാൽ തനിക്ക് ആവശ്യമുള്ളത് മാത്രം പ്രവർത്തിക്കുക, വിചാരിക്കുക, ചിന്തിക്കുക.
അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും. പോലീസ് കേസിൻ്റെ സമയമാണ്. അനാവശ്യമായ ധൈര്യം, സാഹസികത ഒന്നും മേടൻ രാശിക്കാർക്ക് അഭിലഷണീയമല്ല. ഇവിടെ ദാമ്പത്യ വിഷയത്തിൽ ശ്രേയസ്സിനായി ഐക്യമത്യ അർച്ചന ഭാര്യാഭർത്തക്കന്മാരുടെ പേരിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. 11 വയസ്സിൽ കുറവുള്ള മക്കളാണെങ്കിൽ നിർബന്ധമായും കറകഹോമം ചെയ്യണം മേടൻ രാശിക്കാർ തങ്ങളുടെ മക്കളുടെ പേരിൽ. 12 വയസ്സ് മുതൽ കുട്ടികളാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യുക. ശാരീരികമായി പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം വരും. നേത്ര സംബന്ധമായ രോഗങ്ങളും വരും. ഇവിടെ പരിഹാരമായി നിർബന്ധമായും തൻ്റെ പേരിലും മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം മേടൻ രാശിക്കാർ. നന്ദി, നമസ്തേ.